സംസ്ഥാനത്ത് ഇന്ന് ഓൺലൈൻ ടാക്സി ഡ്രൈവേഴ്സ് പണിമുടക്കും. വിവിധ യൂണിയനുകൾ സംയുക്തമായിട്ടാണ് പണിമുടക്ക് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഓൺലൈൻ ടാക്സി നിരക്ക് ഏകീകരണമാണ് മുഖ്യ ആവശ്യം. വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്ന് ചേരുന്നു. വിഷ്ണു, ഗുഡ് മോർണിംഗ്. പറയൂ വിഷ്ണു. ഗുഡ് മോർണിംഗ്. സംസ്ഥാന വ്യാപകമായ ഒരു സൂചനാ പണിമുടക്കിനാണ് നിലവിൽ ഓൺലൈൻ ടാക്സി ട്രേഡ് യൂണിയൻസ് നിലവിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അവരുടെ പ്രധാനപ്പെട്ട ആവശ്യം സർക്കാർ ഇടപെടൽ ഈ മേഖലയിൽ വേണമെന്നുള്ളതാണ്. കുത്തക കമ്പനികളാണ് ഇപ്പോൾ നിലവിൽ ഓൺലൈൻ ടാക്സികളെ നിയന്ത്രിക്കുന്നത്. അതുകൊണ്ട് തന്നെ കടുത്ത തൊഴിൽ ചൂഷണം അടക്കം ഈ ഡ്രൈവർമാരടക്കമുള്ള ആളുകൾ നേരിടുന്നുണ്ട്. പ്രത്യേകിച്ച് മിനിമം വേതനം പോലും അവർക്ക് നൽകാത്ത സാഹചര്യമുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഒരു സൂചനാ പണിമുടക്കുമായി നിലവിൽ ട്രേഡ് യൂണിയനുകൾ രംഗത്തെത്തിയിരിക്കുന്നത്. തുടർന്ന് ഇത്തരം പ്രതിഷേധങ്ങളുമായി മുന്നോട്ട് പോകാനാണ് അവരുടെ തീരുമാനം. കഴിഞ്ഞ കുറച്ച് നാളുകളായി ഈ പ്രശ്നങ്ങൾ അവർ ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ സംസ്ഥാന സർക്കാരിന് ഈ വിഷയത്തിൽ ഇടപെടുന്നതിന് പരിമിതികളുള്ളൊരു പശ്ചാത്തലത്തിലാണ് ഈ വിഷയത്തിൽ കാര്യമായി ഇടപെടാത്തത്. അതുകൊണ്ടാണ് ഇന്നൊരു പ്രതിഷേധ സൂചകമായ ഒരു പണിമുടക്കിലേക്ക് അവർ പോകുന്നത്. സംസ്ഥാന സർക്കാർ ഇടപെട്ടില്ലെങ്കിൽ ഈ മേഖല വലിയ പ്രതിസന്ധിയിലേക്ക് പോകും. പ്രത്യേകിച്ച് ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന തൊഴിലാളികൾ രാവിലെ മുതൽ അങ്ങ് രാത്രി വരെ പണിയെടുത്താൽ പോലും അവർക്ക് അർഹിക്കുന്ന വേതനമോ അല്ലെങ്കിൽ നഷ്ടം മാത്രം ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണുള്ളത്. കടുത്ത പ്രതിസന്ധിയിലൂടെ ഈ മേഖല കടന്നു പോകുന്ന ഘട്ടത്തിലാണ് ഒരു പരസ്യ പ്രതിഷേധത്തിലേക്ക് അവർ തയ്യാറെടുക്കുന്നത്. ഇന്ന് രാവിലെ 10 മണിക്ക് എറണാകുളം ജില്ലാ കളക്ടറേറ്റിലേക്ക് ഓൺലൈൻ ടാക്സി തൊഴിലാളികളുടെ പ്രതിഷേധ മാർച്ചുണ്ട്. അതിനുശേഷവും വരും ദിവസങ്ങളിലും സമരപരിപാടികളുമായി മുന്നോട്ട് പോകാനാണ് അവരുടെ തീരുമാനം. പക്ഷേ അപ്പോഴും ഒരു പ്രതിസന്ധിയായി സംസ്ഥാന സർക്കാരിന് മുൻപിലുള്ളത് ഇതൊരു ഇന്റർനാഷണൽ കമ്പനികളാണ് നിയന്ത്രിക്കുന്നത്. അവരോട് എങ്ങനെ ഒരു സമവായ ചർച്ചയിലേക്ക് എത്താനാകും എന്നുള്ളതൊരു വെല്ലുവിളി തന്നെയാണ്. അതിൽ തൊഴിൽ വകുപ്പ് ഇടപെടുമെന്നാണ് നമ്മൾ ഈ ഘട്ടത്തിൽ പ്രതീക്ഷിക്കുന്നത്. എസ് കെ.